ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 44. അമ്മേ. ഭദ്രൻ കോളേജിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുക്കളയിലേക്ക് ചെന്നു. മകനു വേണ്ടി ചോറ്റുപാത്രത്തിൽ ചോറും കറികളും വിളമ്പിക്കൊണ്ടിരുന്ന ലക്ഷ്മി തിരിഞ്ഞവനെ ഒന്ന് നോക്കി. താമസമാണെങ്കിൽ എനിക്കിന്ന് ചോറ് വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം, ഇത്തിരി നേരത്തെ പോണോ എന്ന്. അവൻ അതും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് തിരികെ നടന്നു. ലക്ഷ്മിക്ക് ഒരേ സമയം സങ്കടവും ദേഷ്യവും വന്നുപോയി. വേഗം തന്നെ ചോറും കറികളും വിളമ്പി പാത്രം അടച്ചു വെച്ചവർ ലഞ്ച് ബാഗിലേക്കാക്കി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു കാറിൻ്റെ ഡോറും തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുന്ന തൻ്റെ മകനെ. ഈ ചെക്കൻ ഇത് കൊണ്ടുപോയാലെന്താ? എന്നും ഞാനെടുത്ത് വെക്കുന്നൊക്കെ മുടങ്ങാതെ കൊണ്ടുപോണതല്ലേ? അവരാ ബാഗുമായി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഭദ്രൻ സീറ്റ് ബെൽറ്റ് ഇട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തനിക്കുള്ള ഉച്ചഭക്ഷണവുമായി കാത്തു നിൽക്കുന്ന അമ്മയെ. എങ്കിലും മുഖം നിന്നെയല്ല എന്ന രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയായിരുന്നു. അമ്മേ. വിൻഡോ ഗ്ലാസ് ഒന്ന് താഴ്ത്തിക്കൊണ്ട് അവൻ വിളിച്ചു. ഇങ്ങി തന്നേക്ക്. പുറത്തേക്ക് കൈ നീട്ടിക്കൊണ്ട് ഭദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു. ഒന്നും മിണ്ടാതെ തന്നെ കൈയിലേക്ക് ബാഗ് കൊടുത്തിട്ട് അവർ തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. ആ ഉള്ളു നിറയെ സ്നേഹമാണെന്ന് എനിക്കറിയാം. ഞാൻ വേദനിപ്പിച്ചതിൻ്റെ നാലിലൊന്ന് പോലും ഞാനിപ്പോൾ വേദനിക്കുന്നില്ല എന്നുള്ള കാര്യവും എനിക്കറിയുന്നു. അത്രമേൽ പ്രിയപ്പെട്ടവരുടെ മൗനമാണോ ഏറ്റവും വലിയ ശിക്ഷ? അവൻ വീണ്ടും ഒരു വട്ടം കൂടി വീടിന് നേർക്ക് നോട്ടമറിഞ്ഞതിന് ശേഷം വണ്ടി മുന്നോട്ടേക്കെടുത്തു. ചെമ്പകശ്ശേരിക്ക് മുൻപിലൂടെ കടന്നുപോയപ്പോൾ കണ്ടു കാറിൽ കയറുന്ന പാർവതിയെ. രാമേട്ടൻ തന്നെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ കൈപൊക്കി കാട്ടിച്ചു. ആൾക്ക് ചെറുചിരി തിരിച്ചു നൽകിയെങ്കിലും പാർവതിയുടെ മുഖത്തേക്ക് പോലും നോക്കുവാൻ അവൻ മെനക്കെട്ടില്ല. സൈലൻസ് പ്ലീസ്. മുൻപിൽ കിടന്ന ടീച്ചേഴ്സ് ടേബിളിനെ ഒന്ന് കൊട്ടിക്കൊണ്ട് ഭദ്രൻ ഇത്തിരി ഉച്ചത്തിൽ തന്നെ ദേഷ്യപ്പെട്ടു. ഇതെന്താ വല്ല ചന്തയുമാണെന്നാണോ നിങ്ങളുടെ വിചാരം? അവൻ കയ്യും കെട്ടിക്കൊണ്ട് ക്ലാസ് മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. ഞാൻ പഠിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ ടോപ്പിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണോ ഈ അലപ്പറ? ഭദ്രൻ്റെ അലർച്ചയിൽ കുട്ടികളെല്ലാവരും തലകുനിച്ചിരുന്നു. ഓക്കെ, ഓരോരുത്തരായി വന്ന് പ്രോബ്ലം ചെയ്യാൻ നോക്ക്. അത് കേട്ടതും ചിലരുടെയൊക്കെ നെഞ്ച് പെരുമ്പറ കൊട്ടുവാൻ തുടങ്ങി. ഇവിടുന്ന് തുടങ്ങൂ. ആദ്യത്തെ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് കൊട്ടിക്കൊണ്ട് അവൻ ആജ്ഞാപിച്ചു. ഓരോരുത്തരും പതിയെ അവൻ കൊടുക്കുന്ന പ്രോബ്ലംസ് വൈറ്റ് ബോർഡിൽ എഴുതി സോൾവ് ചെയ്യുവാനായി തുടങ്ങി. അവസാനത്തെ 2-3 സ്റ്റെപ്പുകൾ തെറ്റിച്ചവർക്കൊക്കെ 10-20 പ്രാവശ്യം ഇമ്പോസിഷൻ കൊടുത്ത് അവൻ അവരെ ബെഞ്ചിൽ തന്നെ ഇരുത്തി. അനുപമ മാത്രം കൊടുത്ത് ശരിയായി ചെയ്തു. അതിനാൽ തന്നെ ക്ലാസ് മൊത്തം അവളെ ക്ലാപ്പ് ചെയ്ത് അനുമോദിച്ചിരുന്നു. മാത്തൻ പകുതി വരെ ചെയ്തുകൊണ്ടിരുന്നാൽ അവനും കിട്ടി 25 പ്രാവശ്യത്തെ ഇമ്പോസിഷൻ. അടുത്ത ഊഴം പാർവതിയുടേതായിരുന്നതിനാൽ തന്നെ വിളിക്കാതെ തന്നെ അവൾ എഴുന്നേറ്റ് നിന്നു. നിന്നെ ഇനി ആനയും അമ്പാരിയും കൊണ്ട് നിങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണോ? അവൾക്കായിട്ടുള്ള ചോദ്യം ബോർഡിൽ എഴുതിയിട്ടും നിന്നിടത്തു നിന്നും അനങ്ങാതെ നിൽക്കുന്ന പാർവതിയെ അവൻ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കിത് ചെയ്യാൻ അറിയില്ല സാർ. അവൾ നിസ്സഹായതയോടെ തലകുനിച്ചു നിന്നു. ഇന്ന് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞ ടോപ്പിക്കല്ലേ ഇത്? ഇന്നലെ വൈകിട്ട് വരെ എന്തായിരുന്നു നിനക്ക് പരിപാടി? ഭദ്രൻ പെണ്ണിനെ കൂർപ്പിച്ചു നോക്കി. പാതിര വരെ ഇങ്ങേരുടെ വീട്ടിലല്ലായിരുന്നോ ഞാൻ? എന്നിട്ടാണ് ഒരു കോപ്പിലെ ചോദ്യം ചോദിക്കുന്നത്? അവൾ പല്ലിറുമ്പിക്കൊണ്ട് മനസ്സിൽ പെറുപിറുത്തു. പാർവതി രാജീവനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ക്ലാസ്സിലിരിക്കുന്ന 3/4 കുട്ടികളും കൊടുത്ത ചോദ്യത്തിന് പകുതി ഉത്തരമെങ്കിലും എഴുതി കാട്ടിയിട്ടുണ്ട്. അതുപോലും അറിയാത്ത നീ എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്നിങ്ങോട്ടേക്ക് ക്ലാസ്സിലേക്ക് കെട്ടിയെടുത്തത്? ഭദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഒന്നും പഠിക്കത്തുമില്ല, പറഞ്ഞാലോട്ട് കേൾക്കത്തുമില്ല. അനുപമയെ കണ്ടുപഠിക്ക്. നിന്നെപ്പോലെ ഫാഷൻ ഷോ കാണിക്കാൻ വേണ്ടിയല്ല ആ കുട്ടി കോളേജിലേക്ക് വരുന്നത്. തന്ന ചോദ്യവും ആ ചാപ്റ്ററിലെ മുഴുവൻ ഡെറിവേറ്റീവ്സ് 100 പ്രാവശ്യം എംപോസിഷൻ എഴുതിയിട്ട് നീ നാളെ എൻ്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. പറഞ്ഞിട്ടും ഭദ്രനും മരുവരുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ പുച്ഛത്തോടെ നോക്കുന്ന അനുപമയെ കൂടെ കണ്ടപ്പോൾ പാറു ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. കീറിയ ജീൻസും അവിടെ ഇവിടെ എത്താത്ത കുറേ തുണി കൊടുത്തോണ്ട് എന്നും വന്നോളും. നിനക്കൊന്നും പറഞ്ഞിട്ടുള്ള സ്ഥലമല്ല ഇവിടം. പെരുപെരുത്തുകൊണ്ട് ഒട്ടൊരൂക്കോടെ കയ്യിലിരുന്ന മാർക്കർ പെൻ ടേബിളിലേക്ക് വെച്ചതും
അടുത്ത ക്ലാസ്സിനുള്ള ബെൽ അടിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഭദ്രൻ തൊടുത്തുവിട്ട വാക്കുകൾ നല്ല ഊക്കോടെ തന്നെയാണ് പാർവതിയുടെ നെഞ്ചെത്തുനിന്ന് തറച്ചു കയറിയത്. ക്ലാസ്സിൽ എല്ലാവർക്കും മുൻപിൽ വെച്ച് അവൻ അപമാനിച്ചത് പാർവിനെ ഒട്ടൊന്നുമല്ല തളർത്തിയത്. അവൾ പകയോടെ അവന് നേർക്ക് നോട്ടയച്ചു. ഇത്രയും നാളും ദേഷ്യം എന്നൊരു വികാരം തോന്നിയിട്ടുണ്ടെങ്കിലും വല്ലാത്തൊരു വെറുപ്പ് ആദ്യമായി ഭദ്രനോട് തോന്നിപ്പോയി പെണ്ണിന്. ഓക്കെ ഗൈസ്, ബാക്കിയുള്ളവരെല്ലാവരും നാളെ ചെയ്ത് കാണിക്കണം. അവൻ ബുക്ക് എടുത്തുകൊണ്ട് ക്ലാസ്സിനുള്ളിൽ നിന്നും പുറത്തേക്കുള്ള വാതിലിലേക്ക് നടന്നു. സാറൊന്നവിടെ നിന്നേ. പാറുവിൻ്റെ ഒച്ച ക്ലാസ് മുറിയിൽ മുഴങ്ങിക്കേട്ടതും വാതിൽ കടക്കാൻ പോയ ഭദ്രൻ്റെ കാലുകൾ പൊടുന്നതിന് നിശ്ചലമായി. അവൻ തിരിഞ്ഞൊന്ന് നോക്കിയതും കണ്ടു കൈ രണ്ടും നെഞ്ചിൽ പിണച്ചു കെട്ടിക്കൊണ്ട് തൻ്റെ അരികിലേക്ക് വരുന്ന പാർവതിയെ. ഭദ്രനൊരു അമ്പരപ്പ് തോന്നി. ക്ലാസ്സിലുള്ള എല്ലാവരുടെയും മുഖത്ത് ഏകദേശം അതേ ഭാവങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം അവൻ ശ്രദ്ധിച്ചു. ഇവിടിപ്പം എന്താ നടക്കണേ എന്നുള്ള ഭീതിയിൽ ഷാരി തലയിൽ കൈവച്ചിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും ഭദ്രൻ്റെ കയ്യിൽ നിന്നും പാറുവിനെ രക്ഷിക്കണേ എന്ന ആലോചനയിൽ മാതൻ്റെ തല പുകഞ്ഞു. എന്താണ് പാർവതി? അവളുടെ ആജ്ഞാപിക്കൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഭദ്രൻ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് നോക്കി. സ്റ്റുഡൻസ് പഠിച്ചില്ലെങ്കിൽ ഒരു ടീച്ചറിന് വഴക്ക് പറയാം, അല്ലെങ്കിൽ എംപോസിഷൻ തരാം, അതും അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാം. ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും ആ സ്റ്റുഡൻറ്റ് ടീച്ചർ പറയുന്ന അനുസരിക്കുന്നില്ലെങ്കിൽ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറയാം. ഇതൊക്കെയാണ് സാധാരണ കോളേജുകളിൽ നടക്കുന്ന ശിക്ഷാവിധികൾ. യാതൊരു ഭയവും കൂടാതെ തന്നെ ഭദ്രൻ്റെ കണ്ണുകളിലേക്ക് അവളുടെ മിഴികൾ കോർത്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സാറാണോ? ഇത്തിരി മോഡേണായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നവർക്ക് അസംഷൻ കോളേജിൽ അനുവാദമില്ല എന്ന കാര്യം ഇവിടുന്ന് കിട്ടിയ പ്രോസ്പെക്ടസിൽ ഞാൻ കണ്ടില്ല. അതുമാത്രമല്ല, ജോയിൻ ചെയ്ത സമയത്ത് മാനേജ്മെൻ്റ് അക്കാര്യം എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ദേഷ്യത്തോടെ തുടർന്നു. പിന്നെ ഒരു കാര്യം, മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ വസ്ത്രധാരണ രീതി സാറിന് ഇഷ്ടമായില്ലെങ്കിൽ സാറ് നോക്കണ്ടെന്നേ. ആരും ഇവിടെ എന്നെ നോക്കാൻ സാറിനെ നിർബന്ധിച്ചിട്ടില്ലോ. സാറിൻ്റെ ജോലി പഠിപ്പിക്കലല്ലേ, അത് ചെയ്താൽ പോരെ? അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, സാറിന് ഇതുവരെയും 80കളിൽ നിന്ന് ഇതുവരെ ബസ് കിട്ടിയില്ലേ? അവൾ ഒരിട്ടൊരു പുച്ഛത്തോടെ ചോദിച്ചതും മാത്തൻ അത് ഇഷ്ടപ്പെട്ടതുപോലെ തല കുനിച്ചിരുന്ന് ചിരിക്കാനായിട്ട് തുടങ്ങി. എടി നിന്നെ ഞാൻ... അവളുടെ ചോദ്യം ചെയ്യൽ കേട്ടതും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൾക്ക് നേരെ അവൻ ചീറി. പേടിപ്പിക്കല്ലേ ഭദ്രൻ സാറേ, ഞാനുള്ള കാര്യം തന്നെയാണ് പറഞ്ഞേ. പഠിത്ത കാര്യങ്ങളിൽ എന്ത് ശിക്ഷ നൽകിയാലും ഞാൻ വാങ്ങും. അതല്ലാതെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾ തലയിടാൻ വരണ്ട. അതിൻ്റെ ആവശ്യവും നിങ്ങൾക്കില്ല. അവളും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഭദ്രനെ നേർക്ക് നിന്നുകൊണ്ട് ആക്രോശിച്ചു. പക്ഷേ അവൻ്റെ മിഴികൾ അഭിമാനം വ്രണപ്പെട്ടതുപോലെ ചുവന്നു കയറിയിരുന്നു. പാർവതി, നീ അതിര് കടക്കുന്നു. ഒരു പെണ്ണായിപ്പോയി, അല്ലായിരുന്നേൽ. വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾക്ക് നേരെ ചെന്നതും അടുത്ത ക്ലാസ്സിന് വേണ്ടി സുരേഷ് സാർ അങ്ങോട്ടേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. എന്താണിവിടെ? ഇരുവരുടെയും മുഖഭാവം കണ്ടിട്ട് ഒട്ടൊരു സംശയത്തോടെ അയാൾ ചോദിച്ചു. ഒന്നുമില്ല സാർ, ഭദ്രൻ സാറിനോട് ഞാനൊരു സംശയം ചോദിക്കുകയായിരുന്നു. ഒട്ടൊരു പുച്ഛത്തോടെ അവനെ നോക്കിക്കൊണ്ട് പെണ്ണ് പറഞ്ഞതും ഉള്ളിൽ തിളച്ചു മറയുന്ന ക്രോധത്തെ അടക്കാനാവാതെ അവൻ ക്ലാസ്സിന് വെളിയിലേക്ക് വേഗത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ തുടരും കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.